ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വൈകുണ്ഠ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും വർഷം തോറും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് വൈകുണ്ഠ ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ഈ 2025 ആദ്യത്തെ ഒരു വിശേഷ ദിവസമായും വൈകുണ്ഠ ഏകാദശി വ്രതം വരുന്നുണ്ട്. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയെ ആചരിക്കപ്പെടുന്നത്. സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ വിശ്വാസികൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു എന്നും വിശ്വസിക്കുന്ന ഒരു ദിവസമാണ് വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത്. മാത്രമല്ല, മോക്ഷത്തിനായി അനേകം പേർ വൈകുണ്ഠ ഏകാദശി വ്രതം വർഷങ്ങളായി എടുത്തു വരുന്നവരും ഉണ്ട്. മുക്കോട്ടി ഏകാദശി എന്നു പേരുള്ള വൈകുണ്ഠ ഏകാദശി കേരളത്തിലെ വിശ്വാസികൾ സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയുന്നത്. ഈ ഏകാദശി വ്രതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരമപദ വാതിൽ തുറക്കുക എന്നാണ്. അതായത് സ്വർഗവാതിൽ തുറന്ന് നമ്മൾ അതിനകത്തുകൂടി പോയി വരിക എന്നുള്ളതാണ്. വർഷത്തിൽ ഒരു തവണ മാത്രമേ സ്വർഗവാതിൽ തുറക്കുകയുള്ളൂ. തിരുപ്പതിയിലും ശ്രീരംഗത്തും എല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. തിരുപ്പതിയേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് തിരുച്ചി ശ്രീരംഗം ക്ഷേത്രത്തിലാണ്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിലാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭഗവാൻ മോഹിനി അവതാരമായി കാണപ്പെടുന്നത് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന സ്വർഗവാതിൽ തുറക്കുന്നതും തിരുച്ചി ശ്രീരംഗം ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ കണക്കെടുത്താണ് മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സ്വർഗവാതിൽ ഏകാദശിയുടെ പരമപദ വാതിൽ തുറക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഒരു മാസത്തിൽ 2 ഏകാദശി വരുന്നുണ്ട്. അതുപ്രകാരം ഒരുപാട് ഏകാദശികൾ ഒരു വർഷത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ഏത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിലെ മോക്ഷത്തിനായും ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് നമ്മൾ ശരണാഗതി അടയുവാനായും എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്രതം എന്ന് പറയുന്നതാണ് വൈകുണ്ഠ ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ഈ പുണ്യ ദിവസത്തിൽ ഉപവാസം ആചരിച്ച് നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ 7 ജന്മത്തിലെ മുഴുവൻ പാപങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് അവർക്ക് മോക്ഷം ലഭിക്കുവാനായിട്ടും നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാമെന്നാണ് പറയുന്നത്. കൂടാതെ നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കുമുള്ള ഒരു അവസാനമായും വൈകുണ്ഠ ഏകാദശി വ്രതത്തെ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഈ വ്രതം അനുഷ്ഠിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ സാമ്പത്തികപരമായതും അതുപോലെ തന്നെ ആരോഗ്യപരമായതും ഏതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട്. അതെല്ലാം തന്നെ ഇല്ലാതായി തീരുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വ്രതമായിട്ടാണ് വൈകുണ്ഠ ഏകാദശി വ്രതത്തെ കണക്കാക്കുന്നത്. പുരാണ കഥകളനുസരിച്ച് വൈകുണ്ഠ ഏകാദശിയിൽ വൈകുണ്ഠ ദ്വാരം തുറന്നത് മധു, കൈതബ എന്നീ 2 അസുരന്മാരുടെ അഭ്യർത്ഥന പ്രകാരമാണ്. ഈ അസുരന്മാർ ഒരിക്കൽ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു. ഇത് സ്വർഗലോകത്തിൽ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. കാരണം വേദങ്ങളാണ് കളഞ്ഞു പോയിരിക്കുന്നത് എന്ന കാരണം. ഇതിനൊരു പരിഹാരമായി ഉടൻ തന്നെ ദേവാദിദേവന്മാരെല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഇവരുടെ ദുഃഖങ്ങൾ കേട്ട മഹാവിഷ്ണുവാകട്ടെ മധു, കൈതബ എന്നീ 2 അസുരന്മാരെയും പരാജയപ്പെടുത്തി വേദങ്ങളെ തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ മധുവും കൈതബയും വൈകുണ്ഠത്തിലെ ദ്വാരകത്തിന്റെ ഇരുവശങ്ങളിലും കാവൽക്കാരായി പ്രവർത്തിക്കാൻ ശ്രമിച്ചു. അതിന് ഭഗവാൻ അവർക്ക് അനുഗ്രഹവും നൽകി. ആ ദിവസമാണ് വൈകുണ്ഠ ഏകാദശി ദിവസം എന്ന് പറയുന്നത്. ഈ ദിവസത്തിൽ വൈകുണ്ഠത്തിൻ്റെ വടക്കേ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ആർക്കും മോക്ഷം ലഭിക്കും എന്നും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരംഗത്തിൽ 21 ദിവസമാണ് ഈ വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്നത്. അതിൽ രാപ്പത്ത് എന്നും അതുപോലെ തന്നെ പകൽപ്പത്ത് എന്നും 2ആയി തിരിക്കുന്നുണ്ട്. ഇതിൽ ഓരോ ദിവസവും നമ്മുടെ ഭഗവാന് അതീതമായ ഭംഗിയോടുകൂടിയാണ് അലങ്കാരം ചെയ്യുന്നത്. ഇതിൽ ഏകാദശി ദിവസത്തിൽ രത്നങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത രത്ന അങ്കി എന്ന് പറയും. ആ ഒരു വസ്ത്രത്തിലാണ് ഭഗവാൻ പുറത്തേക്ക് വന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നത്. 1000 കാൽ മണ്ഡപം എന്ന് പറയും. ശ്രീരംഗം പോയ എല്ലാവർക്കും അറിയാം 1000 കാൽ മണ്ഡപം എന്ന് പറയും. അവിടെയുള്ള സ്വർഗവാതിലിലൂടെയാണ് തന്നെ കാത്തിരിക്കുന്ന കോടാനുകോടി ഭക്തജനങ്ങളെ കാണുവാനായി എമ്പെരുമാൻ നമ്മളെ കാണുവാനായിട്ട് വരുന്നത്. പക്ഷേ അതിന് മുന്നേ അവിടുത്തെ വാതിൽ അടച്ചു കിടക്കും. ആ സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവൻ പോയതും
ആ ആത്മാവ് നാരായണസ്വാമിയിൽ കലരുന്നതായും നാരായണസ്വാമി സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ വിരജാനദിയുണ്ട്. ആ വിരജാനദിയിൽ കുളി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ മുങ്ങിയതിനു ശേഷമായിരിക്കണം നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിരജാനദിക്ക് ഇണയായ ഒരു കിണർ അവിടെ ഉണ്ട്, തിരുച്ചി ശ്രീരംഗം ക്ഷേത്രത്തിലുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നും വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിച്ച് അതിനുശേഷമാണ് രത്ന അങ്കികൾ അണിഞ്ഞ് ഭഗവാൻ നമ്മളെ കാണുവാനായി പരമപദ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് ഭഗവാൻ തന്നെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇടയിലേക്ക് വരുന്നത്? അതായത് വാതിൽ തുറക്കുന്നത് വരെയും വളരെ പതുക്കെ എന്ന് പറഞ്ഞാലും വളരെയധികം പതുക്കെ ക്ഷമയോടുകൂടിയാണ് വരുന്നത്. പരമപാദ വാതിൽ എപ്പോൾ തുറക്കുന്നുവോ ആ സമയത്ത് ഒരു സിംഹം ഗുഹയ്ക്കുള്ളിൽ നിന്ന് എങ്ങനെയാണോ പുറത്ത് ചാടുന്നത് അതേ വേഗതയിലാണ് ഭക്തജനങ്ങൾക്കിടയിലേക്ക് ഭഗവാൻ വന്നു ചേരുന്നത്. അതായത് ഈ കോടി ഭക്തജനങ്ങളും കാത്തു നിൽക്കുന്നത് ഈ ഒരു കാഴ്ച കാണുവാനായിട്ടാണ്. അപ്പോൾ അവസാനം നിൽക്കുന്ന ഒരു ഭക്തൻ ഗോവിന്ദ 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 എന്ന് വിളിച്ച് അവസാനം നിൽക്കുന്നുണ്ടാകും. ഒന്ന് ഭഗവാനെ കാണാൻ സാധിക്കില്ലേ എന്ന് പറഞ്ഞ് കണ്ണുകളടച്ച് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുമ്പോഴേക്കും ഇത്രയും ജനങ്ങളെ താണ്ടി ആ വിളിക്കുന്ന ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് പോയി ഭഗവാൻ നിൽക്കും. അവിടെയാണ് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നത്. ഭഗവാനെ കണ്ട സന്തോഷത്തിൽ നമ്മൾ കണ്ണുകൾ തുറന്ന് കാണുമ്പോഴേക്കും വീണ്ടും നമ്മളിൽ നിന്ന് ഭഗവാൻ മുന്നോട്ട് പോയിട്ടുണ്ടാകും. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്ന ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ശ്രീരംഗത്തിൽ ഇത് എപ്പോഴാണ് നടക്കുന്നത് എന്നാൽ രാവിലെ, അതായത് 10-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് വൈകുണ്ഠ ഏകാദശിയുടെ പരമപാദവാതിൽ തുറക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലുമുള്ളത്. പക്ഷേ തിരുപ്പതി ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രീരംഗത്തിൻ്റെ അത്രയും സ്വർഗവാതിൽ തുറക്കുന്ന ആ ഒരു വിശേഷതകൾ ഉണ്ടാവില്ല. പക്ഷേ ശ്രീരംഗം എന്ന് പറയുന്നത് അരംഗനാഥരാണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാപ്പത്ത് പകൽപ്പത്ത് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അവരെങ്ങനെയാണോ പാസുരം പാടുന്നത് അതേ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന ഒരു കാഴ്ച. അത് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് തിരുച്ചി ശ്രീരംഗത്തിൽ നമുക്ക് വൈകുണ്ഠ ഏകാദശി വ്രതം ആചരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നും കൂടി നമുക്ക് കാണാം. നമുക്ക് ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ കാണുമ്പോൾ 9-ാം തീയതി, അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:03 ദശമി അവസാനിക്കുകയും ഏകാദശി ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. 10/1/2025 വെള്ളിയാഴ്ച രാവിലെ 10:02 നമുക്ക് ഏകാദശിയും അവസാനിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ദ്വാദശിയാണ് ആരംഭിക്കുന്നത്. 11/1/2025 രാവിലെ 8:13 വരെയാണ് നമുക്ക് ദ്വാദശി ഉള്ളത്. അപ്പോൾ പാരണ വിടേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് ശനിയാഴ്ച രാവിലെ 8 മണിക്കുള്ളിലാണ് പാരണ വിടേണ്ട സമയം എന്ന് പറയുന്നത്. നമ്മൾ ആരംഭിക്കുന്നത് 9-ാം തീയതി. 9-ാം തീയതി മുതൽക്ക് നമ്മൾ ഒരു നേരം ഭക്ഷണം മാത്രം 9-ാം തീയതി കഴിക്കുക, അരിയാഹാരം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 10-ാം തീയതി നമ്മൾ പൂർണ്ണ ഉപവാസം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് അവർ ഉപവാസം അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. ചിലർക്ക് പൂർണ്ണ ഉപവാസം ഏൽക്കുമായിരിക്കും, ചിലർക്കാകട്ടെ ഒരു നേരം ഭക്ഷണം കഴിക്കണം എന്നുള്ള നിർബന്ധമായിരിക്കും, ചിലരാകട്ടെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാതെയും വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടാകും. അങ്ങനെ അവരവരുടെ ആരോഗ്യസ്ഥിതികൾ അനുസരിച്ചും മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ട് എന്നിരിക്കെ നമ്മൾ പൂർണ്ണ ഉപവാസം സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഈ ദിവസം മുഴുവനായിട്ട് അരി ആഹാരം ഉപേക്ഷിച്ച് നമ്മൾ നാരായണ ഭഗവാന്റെ മന്ത്രജപങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 10-ാം തീയതി നമുക്ക് തിരുച്ചിക്കോ അല്ലെങ്കിൽ തിരുപ്പതിക്കോ ഒന്നും പോകുവാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലേ പോകുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിലും അതും കോടാനുകോടി ഭാഗ്യമാണ്. നമ്മൾ ആ ദിവസത്തിൽ ഭഗവാനെ ഒന്ന് കാണാൻ ശ്രമിക്കുക, അത്രമാത്രമാണ് നമുക്ക് ആവശ്യം. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് പുണ്യങ്ങൾ കൂടുതൽ എത്തിച്ചു തരുന്ന ഒരു ദിവസമാണ്. അതിനാൽ 10-ാം തീയതി രാവിലെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. ഇനി വീടുകളിൽ നമ്മൾ വഴിപാട് ചെയ്യാൻ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ പടമോ വിഗ്രഹമോ എന്താണോ ഉള്ളത് ശുദ്ധമാക്കിയതിനു ശേഷം വെറും പനീര് കൊണ്ട് തുടച്ച് നമ്മൾ ഭഗവാന് തുളസിമാല ചാർത്തി 7 തുളസി ഇലകൾ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുക. പിന്നീട് ആ തുളസി ഇലകൾ എടുത്ത്
നമ്മൾ വെള്ളത്തിലിട്ടുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രം വെള്ളം കുടിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ആ വെള്ളം തീർത്ഥമായിട്ട് കുടിക്കാവുന്നതാണ്. ഇത് വളരെയധികം ഫലം തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ സദാസമയം ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഭഗവാന്റെ ഒരുപാട് നാമജപങ്ങളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള കഥകളുമെല്ലാം ഒരുപാട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന അധികം പേർക്കും അത് അറിയാവുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങളെക്കുറിച്ച് പറയുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, മറ്റുള്ളവരെക്കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ സദാസമയം ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ആ ദിവസം ഉറക്കമൊഴിക്കേണ്ടതാണ്. നമ്മൾ ശിവരാത്രിക്ക് എങ്ങനെയാണോ ഉറക്കമൊഴിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഉറക്കം ഒഴിക്കേണ്ടതാണ്. ഈ ദിവസത്തിൽ നിങ്ങൾ ഭഗവാന്റെ ഉറക്കമൊഴിക്കുമ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തിരുപ്പതി വെങ്കടാചലപതി ഭഗവാൻ ഹത്തിരാം ബാബാജിയുടെ കൂടെ പരമപദം കളിച്ച കഥയെല്ലാം നമ്മൾ ഒരുപാട് പ്രാവശ്യം കഥകളായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പരമപദം അന്ന് കളിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് കളിക്കാം. അല്ലെങ്കിൽ നാരായണ ജപം പറയാം. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിശേഷ ദിവസങ്ങളായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഉറക്കം ഒഴിക്കാവുന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞാലും ചിലർ ചോദിക്കും, 9-ാം തീയതിയാണോ 10-ാം തീയതിയാണോ രാത്രി ഉറക്കമൊഴിക്കേണ്ടത് എന്ന്. 10-ാം തീയതി രാത്രിയാണ്. ഇനി 11-ാം തീയതി നമ്മൾ 8 മണിക്ക് മുന്നേ പാരണ വിടണം. അതെങ്ങനെയാണെന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പാരണ വിടാം. പക്ഷേ ഈ ഭാഗങ്ങളിലെല്ലാം എങ്ങനെയാണെന്നാൽ ഭഗവാന്റെ മുൻപിൽ 3 ഇലയിട്ട് അതിൽ നമ്മൾ ചോറ്, അതുപോലെ തന്നെ സാമ്പാർ, പ്രസാദമായിട്ട് പായസം, അതുപോലെ തന്നെ ഉപ്പേരി, ചീര കൊണ്ടുള്ള വിഭവങ്ങൾ എന്നിവയെല്ലാം തയ്യാറാക്കി നമ്മൾ നൈവേദ്യമായി ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നാരായണ ജപം ചൊല്ലി അതിനുശേഷം പാരണ വിടുന്നവരാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എങ്കിൽ തുളസി തീർത്ഥം കുടിച്ച് പാരണ വിടാവുന്നതാണ്. ഇതെല്ലാം തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതികളെയും താല്പര്യങ്ങളെയും കണക്കിലെടുത്ത് വേണം ചെയ്യുവാനായിട്ട്. ഈ കലിയുഗത്തിൽ ഭക്തജനങ്ങളായ നമ്മൾ കണ്ണീരോടുകൂടി, സ്നേഹത്തോടുകൂടി, വളരെയധികം ഭക്തിയോടുകൂടി ഭഗവാന്റെ തിരുമുന്നിൽ പോയി നിന്ന് എന്തു പ്രാർത്ഥിച്ചാലും നമ്മുടെ കമലക്കണ്ണൻ നിറവേറ്റി തരുന്നതായിരിക്കും. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നുമുള്ള എല്ലാം മോചനം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ നമുക്ക് കൊണ്ടെത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിലർ ചോദിക്കും, പൂർണ്ണ ഉപവാസം എടുത്താൽ മാത്രമേ ഫലമുള്ളൂ എന്ന്. അല്ല, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ഭഗവാനെ എന്ന് വിളിച്ചാൽ ആ തിരുമുഖം നമ്മുടെ മനസ്സിൽ തെളിയും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ എന്നും എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കഴിവതും നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക. അവരവരുടെ ആരോഗ്യസ്ഥിതിയെ കണക്കിലെടുത്തുകൊണ്ടും അവരവരുടെ ജീവിത ശൈലികളെ കണക്കിലെടുത്തുകൊണ്ടും നമ്മൾ എങ്ങനെ വ്രതമനുഷ്ഠിക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല സർവ്വസദാസമയവും നാരായണ ജപം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപകർമ്മ ഫലങ്ങളെ ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴാണ് വ്രതം തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്നെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ. ഓം നമോ വെങ്കടേശായ നമഃ.